ഹലോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ലതീഷ് കുമാറാണ്. നിങ്ങളുടെയെന്ന് പറഞ്ഞാൽ നമ്മൾ മാവേലി തമ്പുരാൻ്റെ ഭരണത്തിൽ എല്ലാവരും ഒരുപോലെ ജീവിച്ചിരുന്നവരല്ലേ. അതുകൊണ്ട് നിങ്ങളുടേതെന്ന് പറയുന്നതാണ്. വയനാട് ഉരുൾപൊട്ടി ഒരുപാട് പേര് മരിച്ചു, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോൾ ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെപ്പറ്റി ഞാൻ ഒന്ന് പറയാം. ഇപ്പോൾ ഒരാളുടെ വീഡിയോ കണ്ടപ്പോൾ അതിൽ നിന്ന് ഞാൻ തന്നെ എനിക്ക് തോന്നിയ ഒരു രീതിയാണ്. ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായാലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ഒരുപാട് മരങ്ങളുള്ള പ്രദേശങ്ങൾ, അതായത് വനപ്രദേശങ്ങൾ, വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ ഈ മരങ്ങളുടെയൊക്കെ ഒരു സൈഡിൽ തടാകങ്ങളോ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ ആയിരിക്കും. ഈ മരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുമ്പോൾ മരങ്ങളുടെ വേരുകളിൽ കൂടെ ഈ വെള്ളം മരം വലിച്ചെടുക്കും. മണ്ണിലോട്ട് ഉറപ്പിച്ചിരുത്തേക്കുന്ന വേരിൽ കൂടി ജലാശയങ്ങളിൽ നിന്നുള്ള ജലം ഈ വേരുകൾ വഴി വലിച്ചെടുക്കും. മരങ്ങളുടെ വേരുകൾ വലിച്ചെടുക്കുമ്പം ആ ജലം വരുമ്പം അതിൻ്റെ ഭാഗത്തെ മണലിലൊക്കെ വെള്ളം ഊരി വരുന്നുണ്ട്, വേരുകൾ വഴി വെള്ളം വരുന്നുണ്ട്. മണലിൻ്റെ കട്ടി വെള്ളം നിറഞ്ഞതായിട്ട് മണ്ണിൻ്റെ സ്വതമായുള്ള ഘടന മാറിയിട്ട് കട്ടി കുറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ അംശം വരും. ഇങ്ങനെ മരം വലുതാവും തോറും ഇങ്ങനെ വലിച്ചെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ഈ സമയങ്ങളിൽ അവിടുത്തെ മണ്ണിടിഞ്ഞിട്ട് ആ കെട്ടി നിൽക്കുന്ന വെള്ളമെല്ലാം കൂടെ ഒലിച്ച് മരവും സഹിതം മണ്ണിടിഞ്ഞിട്ട് മരങ്ങൾ സഹിതം കെട്ടി നിൽക്കുന്ന വെള്ളമായിട്ട് അത് വേറെ സ്ഥലങ്ങളിൽ താഴെ പ്രദേശങ്ങളിലേക്ക് പതിക്കും. ഇങ്ങനെയാണ് ഉരുൾപൊട്ടുക എന്നുള്ള പ്രതിഭാസം ഉണ്ടാകുന്നത്. പിന്നെ ഉരുൾപൊട്ടലിൽ ഉണ്ടാകുന്ന ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥ എന്ന് വെച്ചാൽ, വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ വയനാട് പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരുടെ ഭാഗത്തു നിന്ന്, ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് അവരുടെ പരാതികൾ കേൾക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം, ഉരുൾപൊട്ടലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അറിയുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ള എൻ്റെ നിഗമനം അത് ഏകദേശം എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന്. ഇപ്പോൾ ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടു, ജോബി ചുവന്ന മണയിൽ എന്ന് പറഞ്ഞ ഒരു പുള്ളി വീഡിയോ എടുത്തപ്പോൾ അതിനകത്തൊരാളെ കാണിച്ചിട്ടുണ്ട്. അയാളെ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഒരു നിഗമനം എന്ന് പറയാം. ഇത് നമ്മുടെ ഈ മരങ്ങളൊക്കെ ഇടതൂർന്ന് വരുന്ന പ്രദേശങ്ങളിലെ വയനാട്, ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ മരങ്ങൾ ഇടതൂർന്ന് വളർന്ന ആ പ്രദേശങ്ങളുടെ അതിൻ്റെ അരികുവശത്തായിട്ട് തടാകങ്ങളും വെള്ളക്കെട്ടുകളൊക്കെ കാണുമല്ലോ. ഈ മരങ്ങൾ പക്ഷേ നിൽക്കുന്ന കരകളിലായിരിക്കും. കരകളിൽ നിന്ന് മരങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. മരങ്ങൾ ഒരുപാട് വളരും തോറും മരങ്ങൾ മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്ന ജലത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. വേരുകൾ വഴി ജലം വലിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പം മരങ്ങൾ നിൽക്കുന്ന പ്രദേശങ്ങളിലെ വെള്ളത്തിൻ്റെ അംശം വരും. വെള്ളത്തിൻ്റെ അംശം വന്ന് വലിച്ചെടുക്കും തോറും മരങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കൂടെ വന്നിട്ട് ഈ മരത്തിൻ്റെ വെയിറ്റ് കാരണം മരം കടപുഴകുമ്പം അവിടെയുള്ള മണ്ണുമായിട്ടായിരിക്കും ഈ മരം കടപുഴകുന്നത്. അപ്പം ജലാശയത്തെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ വെള്ളക്കെട്ടിലെ പ്രദേശങ്ങളിലെ വെള്ളം കൂടെ ശക്തിയായിട്ട് ഇങ്ങോട്ട് പോകുന്ന അതിൻ്റെ ശക്തിയിൽ ബാക്കിയുള്ള എല്ലാ മരങ്ങളും കൂടെ അതിൽ നിന്നും എല്ലാം കൂടെ ഇടിച്ച് ആ വെള്ളം സഹിതം മരങ്ങളും ഒഴുകി വന്ന് ആ വെള്ളത്തിൽ കൂടെ മറ്റുള്ള ജനങ്ങളും അതുപോലെ ബൈക്ക്, കാറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, വീടുകളെ സഹിതം അത്രയും ജലം ആ മണ്ണും മരത്തിൻ്റെ ശക്തിയും കൂടെ അടിച്ച് ഇങ്ങനെ ഒഴുകിക്കൊണ്ടുവരും. മരത്തിനകത്തിലോട്ട് മണ്ണിലേക്ക് വളരെ കൂടുതൽ ജലാംശം വരുമ്പോഴത്തേക്ക് മണ്ണിൻ്റെ ഒഴുക്ക് മാറുകയും ചെയ്യും. ജലത്തിൻ്റെ ഒഴുക്ക് മാറി ജലത്തിന് ഒരു പ്രത്യേക ശക്തി കൈവരുന്നിട്ട് മണ്ണും ജലവും കൂടാണ് ഒഴുകി വരുന്നത്. അങ്ങനെ ഒഴുകിപ്പോയി മണ്ണിൻ്റെ കൂടെ പവറിലായിരിക്കും ഇത്തരം മണ്ണിൻ്റെ പവറിൽ കൂടെ ജലം ഒഴുകി താഴേക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഉരുൾപൊട്ടുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ ഉരുൾപൊട്ടലിൻ്റെ പ്രതിഭാസം എന്ന് വെച്ചാൽ മരങ്ങളുടെ വേരിൽ കൂടെ ജലം വലിച്ചെടുത്ത് വളരാനുള്ള കഴിവാണ് ഈ പ്രതിഭാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടുന്ന് ഉണ്ടാകുന്ന നമുക്കത് ഏറ്റവും പ്രയാസമായിട്ട് തോന്നുന്നത് വെച്ചാൽ, ഇവിടുന്ന് ജനങ്ങളൊക്കെ ഒരുപാട് പേര് രക്ഷപ്പെട്ട് പോയവർ തിരികെ ചെല്ലുമ്പോൾ അവരുടെ സമ്പാദ്യങ്ങൾ, പണം, ഒരുപാട് ഈ ക്യാഷ്, പിന്നെ സ്വർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ,
ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയിട്ട് കാര്യങ്ങൾ അത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ആ രക്ഷാപ്രവർത്തകരോടോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ തിരക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഞങ്ങളെല്ലാം കൂടെ വലിച്ചു ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഇതെങ്ങനെയാണ് നോക്കുന്നത്, എത്രയോ പേര് മരിച്ചു, എത്രയോ ആൾക്കാർ മരിച്ചു, എത്രയോ വലിയ വാഹനങ്ങളൊക്കെ എത്രയോ ഒഴുകിക്കൊണ്ട് പോയി നശിച്ചു, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ വെള്ളം മഴ അല്ല ഈ ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയങ്ങളിൽ അവരറിഞ്ഞുകൊണ്ട് അവരുടെ വീടിൻ്റെ മുകളിൽ അങ്ങനെ കയറി നിൽക്കും. അങ്ങനെ നിൽക്കുന്നവരുണ്ട്. വീടിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ സാധാരണ രീതി കൂടെ എത്ര നേരം ആ വെള്ളം നിൽക്കുന്നു, ആ വെള്ളം പെട്ടെന്ന് തന്നെ ഒലിച്ചിറങ്ങി പോയി കഴിയുമ്പം അവരുടെ വീടിനകത്തുള്ള സാധനങ്ങൾ ഏകദേശം സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കഴിയുമ്പോൾ ഇവർ മുകളിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ട് താഴെ ഇറങ്ങി വന്ന് നോക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് കഴിക്കാനുള്ള ആഹാര പദാർത്ഥങ്ങൾ പോലും കാണത്തില്ല. ഇവർ ആഹാര പദാർത്ഥങ്ങൾ വെക്കാൻ ആവശ്യമായ കാര്യങ്ങളോ ആഹാരങ്ങളോ കാണത്തില്ല. അപ്പം അവർക്ക് ഭക്ഷണം കഴിക്കാൻ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ അന്നേരം ആ സ്ഥലങ്ങളിൽ നിന്ന് മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുന്ന് വല്ല ആഹാരം കഴിച്ചിട്ട് എല്ലാം വിശപ്പ് മാറാനുള്ള സംഗതി കുടുംബത്തിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒക്കെ വിശപ്പ് മാറാനുള്ള സിസ്റ്റം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം തിരികെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആൾക്കാർ തിരികെ വന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം പോകുന്നതിന് മുമ്പായിട്ട് അവരവിടെ നോക്കുന്ന സ്വർണ്ണം എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കാറില്ല. സ്വർണം എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കാറില്ല. അല്ലെങ്കിൽ അവരന്നേരം ബാക്കി കണ്ടേക്കുന്ന വല്ല 5-6 ലക്ഷം രൂപയൊക്കെ ബാക്കി അവരുടെ സേഫിനകത്ത് വളരെ ഭദ്രമായിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അന്നേരം ഇത് ഉരുൾപൊട്ടൽ കഴിഞ്ഞ് അവർ താഴെ നോക്കുമ്പോൾ ഇത്രയും ക്യാഷൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം. 5-6 ലക്ഷമൊക്കെ ഇരിക്കുന്നവരുടെ കാശിൻ്റെ കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്വർണ്ണം ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരത് വെച്ചിട്ട് ആഹാര പദാർത്ഥങ്ങൾ കുടുംബത്തിനെ സഹിതം കൊണ്ടുപോയി ആഹാരമൊക്കെ പദാർത്ഥം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴത്തേക്ക് രക്ഷാപ്രവർത്തകർ ചെന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവർക്ക് ഈ സ്വർണം ഇല്ല, സ്വർണം ആഭരണങ്ങളില്ല, അതുപോലെ തന്നെ ഈ കാശ് ഇല്ല. ഇത്രയും കാശ് നഷ്ടപ്പെട്ടു പോയി. ചെന്ന് നോക്കുന്ന പറഞ്ഞാൽ അവർ കാണുന്നത് എല്ലാം കൂടെ എല്ലാം കൂടെ വലിച്ചു കൂട്ടി അതിനകത്ത് നിന്ന് ബൈക്കോ ആളോ മനുഷ്യന്മാരോ ഉള്ള ജീവനോട് കിടപ്പുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ളതാണ് അത് അവർ പറയുന്ന ന്യായം. അത് ആ ഒരു കാര്യത്തെ നമുക്കൊരിക്കലും എതിർക്കാനും കഴിയില്ല. അത്രയും അവരുടെ വീട് നിൽക്കുന്ന പ്രദേശങ്ങളും അവരുടെ ആ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇടിച്ച് രക്ഷാപ്രവർത്തകർ ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഈ മണ്ണിനടിയിലോ വല്ലതും അല്ലെങ്കിൽ ഇറക്കുമ്പോൾ ആൾക്കാരുടെ ഇടയിലോ വല്ലതും ജനങ്ങളോ വല്ലതും മനുഷ്യന്മാരോ വല്ലതും ജീവനോട് കിടപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങളിത് പൊളിച്ച് മാറ്റി. അപ്പോൾ സമയം നോക്കിയിട്ട് കാര്യം എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രയും മണ്ണൊക്കെ അവരെ കൊണ്ട് പറ്റുന്നിടത്ത് രീതിയിൽ കൂടെ അവർ ഇടിച്ച് പൊടിച്ച് കൂട്ടിയിടും. അപ്പോൾ തിരിച്ചു വന്ന് നോക്കുമ്പം വീടും മണ്ണും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കൂടെ അവരെ ഇടിച്ച് പറിച്ച് ഒരു വശത്ത് കൂട്ടിയിട്ടേക്കായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് ഇവർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾക്കറിയില്ല, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം ഞങ്ങൾക്ക് ഇവിടെ അവർക്ക് തരാനുള്ളത് എത്രയും സമയങ്ങളില്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവൻ അല്ല ഒരു 2-3 മിനിറ്റ് മാത്രമേ മണ്ണിനടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ അത് ഈ സ്വർണ്ണമോ പണമോ അല്ലെങ്കിൽ വീടോ ഒന്നും നോക്കാതെ തന്നെ അവർ മണ്ണിങ്ങനെ മാറ്റി തിരഞ്ഞ് കൂട്ടി തിരഞ്ഞുകൊണ്ടിരിക്കും. അതിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് അവർ പറയുന്നത്. അതിൽ നമുക്കൊരിക്കലും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്, അത് തന്നെയാണ്. അപ്പോൾ അതിന് നമുക്കൊരിക്കലും അല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഉത്തരവാദിത്വപരമായ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. അവർക്ക് ബന്ധപ്പെട്ട അധികാരികളോട് നഷ്ടപ്പെട്ട കാശിൻ്റെ കാര്യം ചോദിച്ചാൽ അത് പറയില്ല. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ അളവ് പറയുന്ന ആൾക്കാരുണ്ട്. സ്വർണത്തിൻ്റെ അളവിനെ പറ്റി പറഞ്ഞാലും ഉത്തരവാദിത്വമില്ല. ചോദിക്കുന്ന റെസ്ക്യൂ ഓഫീസിനോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങളതെല്ലാം കൂടെ എടുത്ത് ആർക്കൊണ്ട കൊടുത്തു എന്ന് പറയും. ബന്ധപ്പെട്ട അധികാരികളുടെ പേരിൽ ഇതിനൊന്നും ഉത്തരം കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എന്തെങ്കിലും ദുരിതാശ്വാസ ഫണ്ട് എന്നതിൽ കൂടെ അല്ലെങ്കിൽ എന്തായാലും ഈ സംഭവിച്ചവർക്ക് ജീവൻ രക്ഷിക്കാൻ, ജീവൻ നിലനിർത്താൻ, അല്ലെങ്കിൽ ദുരിതാശ്വാസം അവർക്ക് നഷ്ടപരിഹാരം എല്ലാം കൊടുക്കാൻ കഴിയില്ലെങ്കിലും നഷ്ടപ്പെട്ടതിൻ്റെ കുറച്ചൊക്കെ ആശ്വാസം കൊടുക്കാൻ ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിയും. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വിലയാണ് വീട്, അതുപോലെ തന്നെ സ്വർണം, പണം, പിന്നെ ആരെങ്കിലും ബന്ധുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അതാണ് ഏറ്റവും വലിയ ഇതിനകത്തിൽ ഏറ്റവും ഏറ്റവും ദുരന്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തിയിട്ട് ഈ കാരണങ്ങളെ അതിന് ഇല്ലാതാക്കാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞൊരു കാരണമായിട്ട് എടുക്കണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ. ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഈ പ്രകൃതി ഉരുൾപൊട്ടലുകളെ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി
ഇതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനില്ലാതാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു കാരണത്തിനാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ജലാശയത്തിൽ നിന്നും ഈ മണ്ണ് ഈ വേര് വലിച്ചെടുക്കുന്ന മരങ്ങൾ വലിച്ചെടുക്കുന്ന ജലാശയങ്ങളിൽ നിന്നും ജലം വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ മരങ്ങളുടെയും ജലാശയങ്ങളുടെയും സൈഡിലായിട്ട് ഭിത്തികൾ നിർമ്മിക്കുക. ഈ ഭിത്തികൾ നിർമ്മിച്ച് വെള്ളം പെട്ടെന്ന് അടിച്ചു കയറാത്ത ഇവിടെ ഭിത്തികൾ നിർമ്മിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ മരങ്ങൾക്കൊക്കെ ആവശ്യമായ ജലസേചനം തന്നെ കൃത്രിമമായിട്ട് ചെയ്യിച്ചാലും മതി. ഈ മരങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മരങ്ങളുടെ ശക്തിയുണ്ട്, മരങ്ങളുടെ പവർ അനുസരിച്ച് പുറമേ നിന്ന് ജലം കിട്ടാതാകുമ്പോൾ ഒരു ജലാശയങ്ങളിലേക്ക് അതിൻ്റെ വേരുകൾ നീളുന്നു വളരുകയും ആ ജലാശയങ്ങളിൽ നിന്ന് അത് വലിച്ചെടുക്കുകയും ചെയ്യും. ജലം നല്ല ഫോഴ്സിൽ അതിൻ്റെ എവിടെ ജലത്തിൻ്റെ അംശം എവിടെയുണ്ടോ, ഏത് ഭാഗത്ത് ജലത്തിൻ്റെ അംശമുണ്ടോ അവിടുന്ന് വളരെ ശക്തിയായിട്ട് അതിൻ്റെ വേരുകൾ ഉപയോഗിച്ച് ആ ജലം മരത്തിലേക്ക് വലിച്ചെടുക്കും, വൃക്ഷങ്ങളിലേക്ക് വലിച്ചെടുക്കും. ഇത് ആ ഒരു വലിയ പ്രഷർ തന്നെ ആ നിൽക്കുന്ന മണ്ണിൻ്റെ ഒരു വലിയൊരു പ്രഷറായിട്ട് തന്നെ അനുഭവപ്പെടും. മണ്ണിൻ്റെ ഒരു ശക്തി, മണ്ണിലേക്കൊരു വലിവാണ്, വെള്ളത്തിൽ നിന്ന് മരത്തിലേക്കുള്ള വലിച്ചെടുക്കുന്ന വലിവ്. ആ ഒരു വലിയ ശക്തി ഒരു പ്രഷറായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ പ്രഷർ കുറയ്ക്കണമെങ്കിൽ ജലത്തിൻ്റെ ലഭ്യത ഈ മരങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് വേനൽക്കാലങ്ങളിലൊക്കെ കൃത്രിമമായിട്ടുള്ള മഴ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ജലസേചനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഒരുവിധം പരിഹാരമാകും. മരം വളർത്തുന്നവർക്ക് ജലസേചനം നൽകുക. ഇനി മരം നിൽക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെ അവിടെ വരൾച്ച സമയങ്ങളിൽ ജലം നൽകുക. ഇതൊന്നും അല്ലെങ്കിലും ഈ മണ്ണിൻ്റെ വലിവ് നിർത്താൻ അത്രയും ജലാശയങ്ങളുടെ ആ ജലത്തിൻ്റെ അടിത്തട്ടിൽ ജലം അത്രയും വെള്ളക്കെട്ടോ അല്ലെങ്കിൽ തടാകങ്ങളോ വല്ലതും ഇത്രയും സംഭരണ ശേഷികളോ അത്രയും വരുന്ന ആ ജലങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഭിത്തികളോ അല്ലെങ്കിൽ മതിലുകൾ അത്രയും താഴത്തിൽ കനാല് പോലുള്ള കാര്യങ്ങൾ നിർമ്മിച്ചാൽ ഈ ഉരുൾപൊട്ടൽ എന്ന പ്രതിഭാസമൊക്കെ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ എന്ത് കാര്യം ഉണ്ടായാലും കാരണങ്ങളുണ്ടാവും. ഈ കാരണങ്ങളെ ചികിത്സിച്ച ആ കാര്യങ്ങൾ ദുരന്തങ്ങളായിട്ട് മാറത്തില്ല. ഏത് ദുരന്തത്തിനും അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു ദുരന്തത്തിന് ഒരു കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത്രയും വലിയ ദുരന്തങ്ങളിലേക്ക് അത് പോകത്തില്ല. മനുഷ്യന്മാർ തന്നെ മരിച്ചുപോയാൽ എത്രയോ മനുഷ്യന്മാർ മരിച്ചുപോയിട്ട് ആരെല്ലാം ഒറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കും, ആരെല്ലാം ആശ്രയമുള്ളവർ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, സ്നേഹമുള്ള എത്രയോ മനുഷ്യരെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഈ ഉരുൾപൊട്ടലിനതിൽ സ്നേഹമുള്ള എത്രയോ പേര് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എത്രയോ ആശ്രയം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഏതൊക്കെ കുടുംബങ്ങളിലൊക്കെ വഴിയാധാരമായിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഒരു വലിയ വേദനയാണ്. എല്ലാ നഷ്ടങ്ങളും ഒന്നും നികത്താൻ കഴിയില്ല. ഒരാൾ വിചാരിച്ചാലും വയനാടുണ്ടായ ഉരുൾപൊട്ടലിനകത്തുള്ള നഷ്ടങ്ങളെല്ലാം ഒന്നും നികത്താൻ ആരെക്കൊണ്ടും കഴിയില്ല. ശരിയെന്നാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിശ്വസിക്കാം. വിശ്വസിച്ചില്ലെങ്കിലും ഇത് എൻ്റെ അറിവിനെ കൊണ്ടും ഇത് ഉപകരിക്കും. ഞാനിതിപ്പോൾ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് നോക്കുമ്പം എൻ്റെ അറിവ് പോകത്തില്ല. ഞാൻ ആ മരത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ സ്വഭാവപ്രകാരം ഉരുൾപൊട്ടലുണ്ടാവാൻ കാരണമായ കാര്യത്തെപ്പറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, എൻ്റെ ഒരു നിഗമനത്തെപ്പറ്റി എനിക്കൊന്നുകൂടെ കേൾക്കാമല്ലോ. അതിനുവേണ്ടിയാണ്, എനിക്കൊന്നുകൂടെ അറിയുകയും ചെയ്യാം. പിന്നീട് വീഡിയോ കാണാം, എൻ്റെ വീഡിയോ എനിക്ക് തന്നെ കാണാം. അതുകൊണ്ടൊക്കെ വീഡിയോ എടുക്കുന്നത്.